എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഗ്രഹങ്ങളുടെ ഉച്ചരാശി, നീചരാശി എന്നിവയെക്കുറിച്ചാണ്. ഉച്ചരാശി എന്ന് പറഞ്ഞാൽ ഫലദാനശേഷി അല്ലെങ്കിൽ ബലം ഏറ്റവും കൂടിയിരിക്കുന്ന രാശി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായ രാശികളാണ് ഉച്ചരാശികളായിട്ട് ഉള്ളത്. സൂര്യൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. അതിൽ തന്നെ 10 ഡിഗ്രി ആണ് അത്യുച്ചമായിട്ട് കരുതുന്നത്. അതായത് മേടൻ രാശിയിൽ 10 ഡിഗ്രി അല്ലെങ്കിൽ 10ാമത്തെ ഭാഗയിൽ സൂര്യൻ നിൽക്കുമ്പോഴാണ് ഏറ്റവും ഉച്ചത്തിൽ അല്ലെങ്കിൽ ഫലദാനശേഷി വളരെ കൂടുതൽ എന്ന് പറയുന്നത്. അത് എല്ലായ്പ്പോഴും ഉത്തമം തന്നെ ആവണം എന്നില്ല. ഫലദാനശേഷി എന്ന് പറയുന്നത് നല്ലതും മോശവും ആവാം. ഉച്ചത്തിലുള്ള ഗ്രഹം നല്ലത് മാത്രം നൽകണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഏത് സ്ഥാനത്താണ്, ഏത് ഭാവമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നനുസരിച്ച് നല്ലതും മോശവുമൊക്കെ ഉണ്ടാവാം. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ചന്ദ്രൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് ഇടവമാണ്. ഇടവത്തിൽ 3 ഡിഗ്രി ആണ് ചന്ദ്രൻ്റെ ഉച്ചരാശിയായിട്ട് നമ്മൾ കരുതുന്നത്. അത്യുച്ചം 3 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ അത്യുച്ചമായിട്ട് നമ്മൾ കരുതുന്നു. ചൊവ്വയുടെ ഉച്ചരാശി എന്ന് പറയുന്നത് മകരമാണ്. മകരത്തിൽ 28 ഡിഗ്രിയാണ് അത്യുച്ചമായിട്ട് നമ്മൾ പറയുന്നത്. ബുധൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ 15ാമത്തെ ഡിഗ്രി അത് അത്യുച്ചമായിട്ട് നമ്മൾ പറയും. ശുക്രൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. മീനം രാശിയിൽ 27 ഡിഗ്രിയാണ് അത്യുച്ചം. വ്യാഴത്തിൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് കർക്കിടകമാണ്. കർക്കിടകത്തിൽ 5 ഡിഗ്രിയാണ് വ്യാഴത്തിൻ്റെ അത്യുച്ചമായിട്ട് വരുന്നത്. ശനിയുടെ ഉച്ചരാശി തുലാം രാശിയാണ്. തുലാം രാശിയിൽ 20 ഡിഗ്രി അത്യുച്ചമായിട്ട് പരിഗണിക്കപ്പെടുന്നു. അങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളുടെ ഉച്ചരാശികളും അതിൽ അത്യുച്ചം ഏത് ബിന്ദുവിലാണ് വരുന്നത് എന്നും നമ്മൾ പഠിച്ചു. ഇനി നീചരാശി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉച്ചരാശിയിൽ നിന്നും നേരെ വിപരീതത്തിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രാശിയായിരിക്കും അതിൻ്റെ നീചരാശി. അതായത് സൂര്യൻ്റെ ഉച്ചരാശി മേടമായാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള തുലാം രാശി അതിന് നീചമായിട്ട് പറയും. നീചം എന്ന് പറഞ്ഞാൽ ഫലദാനശേഷി വളരെ കുറഞ്ഞിട്ടുള്ള ഒരവസ്ഥയാണ്. അതിൽ തന്നെ അത്യുച്ചം 10 ഡിഗ്രി ആയതുകൊണ്ട് തുലാം രാശിയിൽ 10 ഡിഗ്രി എന്ന് പറയുന്നത് സൂര്യൻ്റെ അതിനീചമായിട്ട് നമ്മൾക്ക് പറയാം. അങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങൾക്കും. ചന്ദ്രൻ ഇടവൻ രാശി 3 ഡിഗ്രി അത്യുച്ചം, വൃശ്ചികൻ രാശി 3 ഡിഗ്രി അതിനീചമായിട്ട് പറയാം. ചൊവ്വയുടെ അത്യുച്ചമായിട്ട് പറയുന്നത് മകരത്തിൽ 28 ഡിഗ്രിയാണ്. കർക്കിടകത്തിൽ 28 ഡിഗ്രി അതിനീചമായിട്ട് പറയാം. ബുധൻ്റെത് കന്നിരാശിയിൽ 15 ഡിഗ്രി, അതുപോലെ മീനൻ രാശിയിൽ 15 ഡിഗ്രിയാണ് അതിനീചമായിട്ട് പറയേണ്ടത്. വ്യാഴത്തിൻ്റെത് കർക്കിടകൻ രാശിയിൽ 5 ഡിഗ്രി അത്യുച്ചമാണ്. മകരൻ രാശി 5 ഡിഗ്രി അതിനീചം. ശുക്രൻ്റേത് 27 ഡിഗ്രി അത്യുച്ചമാണ് മീനൻ രാശിയിൽ. കന്നിരാശിയിൽ 27 ഡിഗ്രി അതിനീചമായിട്ട് പറയാം. ശനിയുടേത് തുലാം രാശി 20 ഡിഗ്രി അത്യുച്ചം, മേടൻ രാശി 20 ഡിഗ്രി അതിനീചം. ഇങ്ങനെയാണ് 7 ഗ്രഹങ്ങളുടേത് നമ്മൾ ഉച്ചവും നീചവും ആയി പറയപ്പെടുന്നത്. ഇനി രാഹുകേതുക്കൾ ബാക്കിയുണ്ട്. പക്ഷേ രാഹുകേതുക്കളുടെ ഉച്ചരാശി, നീചരാശി എന്നിവയിൽ ആചാര്യന്മാർ പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. അതിനൊരു നിശ്ചിതമായിട്ട് അല്ല അറിയപ്പെടുന്നത്. ചില ആചാര്യന്മാർ ഇടവൻ രാശി ഉച്ചമായിട്ട് പറയാറുണ്ട്. രാഹുവിന് ഇടവൻ രാശി ഉച്ചം, കേതുവിന് വൃശ്ചികം ഉച്ചം.
അതുപോലെ ചില ആചാര്യന്മാർ രാഹുവിന് മിഥുനൻ രാശി ഉച്ചമായിട്ടും കേതുവിന് ധനുരാശി ഉച്ചമായിട്ടും പറയാറുണ്ട്. അതിൽ അഭിപ്രായ ഭേദങ്ങൾ പലതുണ്ട്. നമ്മുടെ അനുഭവത്തിന് അനുസരിച്ചിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടെ യുക്തിയായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഗ്രഹങ്ങളുടെ ഉച്ച നീചത്വങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത വിഷയവുമായിട്ട് നമ്മൾക്ക് കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.